എന്താ അത്? വക്കീലെങ്ങനെ എൻ്റെ പുറകെ ഉണ്ടായിരുന്നോ? ഇതാ പറ്റിയ സമയം. ഇയാൾക്കിട്ടൊരു പണി കൊടുത്താലോ? കൊടുക്കാം. നീ എന്ത് ചെയ്യ? ഇവിടെ റൂമിലേക്ക് പോകുന്നില്ലേ? യാരത്? യാര്? തമിഴോ? ഇവക്കെന്താ വട്ടായോ? കേക്കറല്ലേ പിന്നാടി യാര്? നിന്റെ മിമിക്രി ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് തിരിഞ്ഞു നോക്കടി. എവളവ് ധൈര്യം ഇരുന്ന ഏൻ പിന്നാടിയേ വരുവേ. എന്താടാ നോക്കണ? നിനക്ക് പേടിയില്ല അല്ലേ? ഉണ്ട്, പേടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ഇവളുടെ ഉള്ളിൽ ഞാനുണ്ടാവും. ഇവളുടെ പരിസരത്ത് നീ വരാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? ഇനി എങ്ങാനും വന്നാ ജീവനോടെ ഉണ്ടാവില്ല. ജീവന് കൊതിയുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പൊക്കോ. നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് ഉറങ്ങാൻ സമയമായി, അതുകൊണ്ട് ഞാൻ പോകുന്ന. മര്യാദയ്ക്ക് പോടാ. പിന്നെ ഇവളുടെ പിറകെ ഇനി നിന്നെ കൊണ്ടുപോകരുത്. എൻ്റെ പണി അവളെ പിറകെ നടക്കലല്ല. പുല്ല്. ഈ വക്കീല് ഇത്രയേ ഉള്ളൂ. വെറുതെ പേടിപ്പിച്ചപ്പോ പേടിച്ചോ? പറ്റിച്ചതാണോ ഇവള്? പാവം. ഡേ, എന്താടി നിർത്തിയ? ചിരിക്കടി. നേരത്തെ ചിരിച്ച പോലെ പൊട്ടിച്ചിരിക്കടി. എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്ന? വക്കീല് പേടിച്ചതിന് ഞാനെന്ത് ചെയ്യാനാ? എനിക്ക് പോണം. എങ്ങോട്ടടി നിനക്ക് പോകണ്ട? നിക്കടി അടങ്ങി. നിങ്ങളെ പറഞ്ഞ കയ്യിൽ വിടാൻ. ഇല്ലെങ്കിൽ വീട്ടിലെങ്കിൽ എന്ത് ചെയ്യും? എന്താടി, നിന്നെ ചുമക്കാൻ ഒരു കോടീശ്വരൻ തയ്യാറായില്ലേ? ആരെയും കിട്ടത്തുണ്ടാണോ തിരിച്ചിങ്ങോട്ട് ഞാൻ വന്നത്? ഇതെന്റെ ലൈഫാ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നിങ്ങൾ ആരാ അതിൽ ഇടപെടാൻ? ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഫ്രോഡ്. ജഗദീഷ് ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. ബംഗ്ലാവ് ഇഷ്ടപ്പെട്ടോ? നീ വാട്സപ്പില് ഫോട്ടോസൊക്കെ അയച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ബംഗ്ലാവ് വാങ്ങാൻ താല്പര്യമില്ല. വേണ്ട. അതെന്താ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെന്താ വാങ്ങാത്ത? ഞാൻ ഇറങ്ങാം. അനെന്താ ഒന്ന് പുറത്തേക്ക് വാ. അതെന്താ അയാൾക്ക് ഇവിടെ വെച്ച് സംസാരിച്ചാല് എന്തിനാ അനന്തേട്ടനെ പുറത്തേക്ക് വിളിച്ചിട്ട് പോണ? അയാൾക്ക് ഇവിടെ വെച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും അനന്തേട്ടനെ പുറത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ എന്തായാലും നോക്കിയിട്ട് വരാം. അയാള് വാങ്ങൂന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതും പോയി. ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങും തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ലെറ്റർ അയച്ച വക്കീലില്ലേ, നമുക്ക് അയാളെ തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചാലോ? ശരിയാ, അയാൾ വന്ന് പറഞ്ഞില്ലേ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാൻ മടിക്കണ്ടെന്ന്. ഇത് വിൽക്കാൻ അയാളോട് തന്നെ നമുക്ക് സഹായം ചോദിക്കാം. ഒന്നുമില്ലെങ്കിലും അയാളൊരു വക്കീലല്ലേ. കാര്യങ്ങളുടെ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഇതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല എന്ന്. ഞാൻ ഇന്നലെ തന്നെ അയാളെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. നാളെ അയാൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, നന്നായിട്ടുണ്ട്. ഇപ്പം രാജുവേട്ടൻ ആ വക്കീലിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആരും ഈ മീറ്റിങ്ങിന്റെ കാര്യം അറിയില്ലായിരുന്നു. അണ്ടർഗ്രൗണ്ട് വഴി ഇയാൾ നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആടി കോപ്പേ, നിനക്കെന്താടി പറയാൻ മനസ്സില്ല എനിക്ക്. വന്നേക്കുന്നു. മനസ്സില്ലെങ്കിൽ മനസ്സ് വരുത്തണം മിസ്റ്റർ. ഇതാരുടെയും കുടുംബ സ്വത്തൊന്നല്ല, ഈക്വൽ ഷെയറാ ഇതിനെല്ലാവർക്കും. അപ്പൊ നിനക്കറിയാം ഇത് ഈക്വൽ ഷെയർ ആണെന്ന്. പിന്നെ എങ്ങനെയാ അവൻ എല്ലാരെയും പറ്റിക്കുന്ന? പുറത്തു പോയി അനന്തൻ തിരിച്ചു വരുന്നവരെ എല്ലാരും ഒന്ന് വായും മൂടി മിണ്ടാതിരിക്കോ?
ജഗദീഷേട്ടൻ ഇന്നിങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് വാങ്ങുമെന്ന്. ഫോട്ടോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ, പിന്നെന്തു പറ്റി? നീ ഇന്നലെ എനിക്ക് ഫോട്ടോസ് അയച്ചപ്പോൾ തന്നെ എനിക്ക് ബംഗ്ലാവ് ഇഷ്ടപ്പെട്ടതാ. ഇതിനെ മുൻനിർത്തി ഞാൻ ഒരുപാട് സ്വപ്നങ്ങളും കണ്ടതാ. പക്ഷേ എനിക്കിത് വാങ്ങാൻ പറ്റില്ല. ജഗദീഷേട്ടൻ തീരുമാനം മാറ്റാനുള്ള കാരണം അതെന്താന്ന് പറയോ? ഇന്നലെ രാത്രി 12 മണിയോടെ എനിക്കൊരു ഫോൺ കോൾ വന്നു. ആ കോളിൽ പറഞ്ഞത് ഈ ബംഗ്ലാവിനെ പറ്റിയാ. ഇവിടെ പ്രേതം ഉണ്ടെന്നോ ഏതോ സ്ത്രീ തൂങ്ങി മരിച്ച വീടുന്നോ എന്നൊക്കെയാ പറഞ്ഞു കേട്ടത്. ജഗദീഷേട്ടാ, അതൊക്കെ ആരോ ഈ കച്ചവടം നടക്കാതിരിക്കാൻ പറയുന്നതാ. ഞങ്ങൾ ഇത്രയും പേര് ഈ വീട്ടിലാണ് താമസിക്കുന്ന. ഞങ്ങളൊരു പ്രേതത്തിന് ഇതുവരെ കണ്ടില്ലല്ലോ. ഞാനും ആദ്യം ഈ കച്ചവടം മുടക്കാൻ ആരോ ട്രൈ ചെയ്യാന്നാ കരുതിയത്. പക്ഷേ വരുന്ന വഴിക്ക് ഞാൻ ഒരുപാട് പേർക്ക് അന്വേഷിച്ചു. അവരൊക്കെ പറയാ ഈ വീട്ടിലേതോ സ്ത്രീയുടെ പ്രേതം ഉണ്ടെന്ന്. സ്ത്രീയുടെയോ? ഇനി അതെന്തിനായാലും നീ എനിക്ക് അനിയനെ പോലെയാ. പെങ്ങന്മാരെയും കൂട്ടി എത്രയും വേഗം ഇവിടുന്ന് പൊക്കോ. നമ്മളായിട്ട് പ്രശ്നങ്ങളിൽ പോയി ചാടണ്ട. ഞാൻ പോട്ടെ. സബാഷ്, ഒരു പ്രേതത്തിന്റെ റോൾ കൂടിയേ നമുക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുമായി ഇനി പുറകെ മാടനും മറുതയൊക്കെ വന്നാൽ അവരെയും കൂടെ നമുക്ക് വെൽക്കം ചെയ്യാം. എനിക്ക് അപ്പോഴേ തോന്നിയത് ഓരോ കച്ചവടം മുടങ്ങി പോകുമ്പോഴും ആരോ ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടെന്ന്. പ്രേതം മണ്ണാങ്കട്ട. പിന്നെ നമ്മൾ ഇത്രയും പേരും ഇവിടെയല്ലേ താമസിക്കണേ? നമ്മൾ ഇതുവരെ പ്രേതത്തിനൊന്നും കണ്ടില്ലല്ലോ. പ്രേതമില്ലാന്നൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോ ഉണ്ടെങ്കിലോ? എന്താ സുജേച്ചി, ഈ വീട്ടില് പ്രേതത്തിന് എക്സ്പീരിയൻസ് ചെയ്തോ? എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം തന്നെ സത്യമാവണമെന്നില്ലല്ലോ. എനിക്കിതിലൊക്കെ വിശ്വാസമുണ്ട്. സുചേച്ചി, എടുക്കാനുള്ളതൊക്കെ എടുത്തോ. കോടികൾ വരുമ്പോൾ അതനുഭവിക്കാൻ മനുഷ്യന് ആദ്യം വേണ്ടത്. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറാം, ഇവിടെ നിൽക്കണ്ട. എങ്ങോട്ട് മാറാൻ? നീ വല്ല വീടും കണ്ടു വച്ചിട്ടുണ്ടോ? ഏതായാലും വക്കീലിനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് കഴിഞ്ഞ് തീരുമാനിക്കാം. അല്ല, വിശക്കുന്നില്ല ആർക്കും? വിശന്ന ആ വിശപ്പ് തന്നെ കഴിച്ചിട്ട് ഉണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. കിച്ചണിലെ സാധനമൊന്നുമില്ല, എല്ലാ സാധനവും തീർന്നു. സാധനങ്ങളൊക്കെ തീർന്നെന്നോ? നോക്കിയും കണ്ട് ചെലവാക്കാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അതെ, നീ ഒരാഴ്ചത്തേക്കുള്ള സാധനം വാങ്ങിക്കൊണ്ട് വന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോ 2 ദിവസമായി. ഇത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനേ ഞങ്ങളെ കൊണ്ട് പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ശരി, ഇതിന്റെ പേരിൽ ഇനി അടി ഉണ്ടാക്കണ്ട. നമുക്ക് അറേഞ്ച് ചെയ്യാം. വീട്ടിലെ പാല് കട്ടാക്കിയെന്ന് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഭക്ഷണം കൂടെ കട്ടാവുന്ന തോന്നുന്ന. മേ ബി അങ്ങനെ ഒരു പ്രേതം ഉണ്ടെങ്കിൽ ആ പ്രേതത്തിന്റെ സ്റ്റോറി എന്താന്ന് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡിന്നർ എന്ന് പറയുമ്പോൾ പ്രേതത്തിന് എന്തൊക്കെയാ ഇഷ്ടമെന്ന് നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്തോ. അപ്പത്തേക്കും ഞാൻ എന്റെ ഫുഡ് കഴിക്കട്ടെ. പ്രേതത്തിന് നിന്റെ ചോരയടി ഇഷ്ടം. കഴിക്കുന്നുണ്ടല്ലേ? ഉള്ള തീറ്റ ഉണ്ടെന്ന് തോന്നും. ഫുഡ് എന്തോ അവളുടെ അടുത്ത് നിർബന്ധിച്ച് കഴിക്കാൻ പറഞ്ഞ പോലെ. എനിക്ക് വീട് ഇഷ്ടമായില്ല. ഡിസ്ലൈക്ക്. ശരിക്കും നിന്റെ വ്ലോഗ് കാണുന്നവരൊക്കെ അത് വിശ്വസിക്കോ? ഇവിടെ പ്രേതമുണ്ടെന്ന് അവർ കരുതോ? വിശ്വസിക്കുന്നവര് വിശ്വസിക്കട്ടെ, ഇല്ലാത്തൊരു വിശ്വസിക്കണ്ട. ഇനിയിപ്പോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്കെന്താ, നമുക്ക് വ്ലോഗ് ഇട്ടാ പോരെ. അത് പറഞ്ഞപ്പോഴാ നമ്മളെന്തൊരു റീൽ ചെയ്തില്ലേ? അത് കണ്ടതിന് ശേഷം എന്റെ ഫോളോവേഴ്സ് കൂടുന്നുണ്ട്, ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബംഗ്ലാവിനെ പറ്റി വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഇത് വിറ്റ് കോടികളൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് യൂട്യൂബ് ഏർണിങ്സ് ഉണ്ടാക്കാം. ഇനി അതേ ഉള്ളൂ എന്റെ മാർഗം. അല്ല, നിന്റെ ചാനലിലൂടെ നമുക്കൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്താലോ? ഈ ബംഗ്ലാവ് വിൽക്കാൻ പോവാണ്, ആർക്കെങ്കിലും വേണോന്ന് ചോദിച്ചിട്ട്. കമന്റ് സെക്ഷൻ മൊത്തം ബംഗ്ലാവാണല്ലോ. കുറെ കമന്റ്സ് ഞാൻ കണ്ടു. ലൊക്കേഷൻ എവിടെയാ, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോന്നൊക്കെ. നീ സെയിൽ ഇട്ടിരിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വാങ്ങാൻ വന്നാലോ? ഇതൊക്കെ നിങ്ങൾ ആ വക്കീലിന് മുമ്പ് വെച്ച് പറയണം. എന്റെ ചാനൽ പൊട്ട ചാനലെന്ന് അയാൾ പറഞ്ഞ. പിന്നെ ഈ കാര്യം അത് ഞാൻ ആലോചിക്കാം. അങ്ങനെയല്ല, താഴോട്ട. ഓ, നീ മിണ്ട ശരി, എനിക്കറിയാം. അത് ശരി, രണ്ടും കൂടെ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണോ? നിങ്ങൾ രണ്ടാളും നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം മറന്നിട്ടാ ഇവിടെ ജീവിക്കണം. ഞാൻ മറന്നിട്ടൊന്നുമില്ല ലച്ചു. നീ ഇവളോട് ചോദിക്ക്. ഇവളാ വന്ന അടുത്ത ദിവസം കാല് മാറിയത്. അതെന്താന്ന് ഇവളോട് ചോദിക്കേ. എന്ത് ചോദിക്കാൻ? അന്നേന് ഞാൻ കാരണം പറഞ്ഞല്ലോ.
എന്ത് കാരണം അന്തേട്ടൻ നമ്മുടെ കൈ തട്ടിക്കൊണ്ട് പോകുന്നു? അതാണോ നിന്റെ കാരണം? അതൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഇവക്ക് സുചേച്ചി ഇഷ്ടപ്പെട്ടില്ല. ഇനി അങ്ങനെ പറ, എനിക്കല്ല നിങ്ങളുടെയൊക്കെ സുചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലാത്തത്. നിന്നെ ഇഷ്ടമല്ലെന്നോ? അതങ്ങനെ നിനക്കറിയാം, നിന്നോട് പറഞ്ഞോ ഇഷ്ടമല്ലാന്ന്? ഇഷ്ടമല്ലാന്ന ഒരാൾ മൂത്ത് നോക്കി പറയണ്ട, അവരുടെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളൊക്കെ എന്ത് ചോദിച്ചാലും ശാന്തിയിലും സമാധാനത്തിലും റിപ്ലൈ തരും. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ചാടിക്കടിക്കും. ഇന്ന് രാവിലെ തന്നെ കണ്ടില്ലേ, ഇവിടെ പ്രേതം ഉണ്ടോ എന്ന് ജനുവലി ചോദിച്ചതാ. ആ റിപ്ലൈ നിങ്ങൾ കേട്ടില്ലേ? അത് ഈ ബംഗ്ലാവ് സെയിലിയാത്തന്റെ ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് പിന്നെ നീ അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞതായിരിക്കും. ഇത് മാത്രമൊന്നുമല്ല, എല്ലാ കാര്യത്തിനും അവരങ്ങനെ തന്നെയാ എന്നോട് സംസാരിക്കാറ്. ഐഷു, നമ്മുടെ ഇഷ്ടം നോക്കിയിട്ടല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്. അനന്തേട്ടന് ആ ചേച്ചി ഇഷ്ടം, അത് നീ മറക്കരുത്. പിന്നെ നിന്നോട് ആ ചേച്ചിക്ക് ദേഷ്യം തോന്നണമെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ വേണ്ടേ? ഞാൻ അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അവർക്ക് എന്താ എന്നോട് പ്രശ്നമെന്ന് എനിക്കങ്ങനെ അറിയാനാ? ചിലപ്പോ സുചേച്ചിയുടെ അടുത്ത് നിന്നെ പറ്റി എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അങ്ങനെ പറയണമെങ്കിൽ അത് ആ വക്കീലായിരിക്കും. കാരണം അയാളാണല്ലോ ഇവിടെ കാണുമ്പോൾ തുള്ളാൻ തുടങ്ങണേ. മതി, ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നത് നമുക്ക് നല്ലത്. ആർക്ക് നല്ലത്? ഞങ്ങൾക്കറിയണം. ശ്രീ, ചോദിക്കേ. അതെ, ഞങ്ങൾക്കറിയണം. അവൻ നിന്നെ കാണുമ്പോൾ ഇത്രയും ദേഷ്യപ്പെടാൻ നീ അവനോട് എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ആരോടൊന്നും ചെയ്തിട്ടില്ല. എല്ലാത്തിനും കാരണം ശ്രീ ചേച്ചിയാ. ഞാനോ? അതെ, +2 കഴിഞ്ഞ് 2 മാസത്തെ വെക്കേഷന് ഞാനും എൻ്റെ ഫ്രണ്ടും കോച്ചിങ്ങിന് പോയത് ഓർമ്മയുണ്ടാവും. അന്തേട്ടനടുത്ത് വാശി പിടിച്ച് ട്രിവാൻഡ്രത്ത് ആ 2 മാസം എൻട്രൻസ് കോച്ചിങ്ങിന് പോയതല്ലേ. ഞങ്ങൾ +2 പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട് വഴി ഞങ്ങൾക്കൊരു ഏജൻറ്റിനെ അറിയായിരുന്നു. അയാളെ കാണാൻ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോയത്. 2 മാസത്തെ വെക്കേഷൻ ശരിക്കും ഞങ്ങൾക്ക് കുറേക്ക് പോകാനൊരു അവസരം എന്ന് കരുതിയ അനന്തേട്ടനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ലോക്കൽ കോച്ചിങ് സെൻ്ററിൽ ഞങ്ങൾ അഡ്മിഷൻ എടുത്തു. ഞാനും വിസ്മയ, മായയും ഞാനുമായിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോയത്. ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി കുറേക്ക് പോകാന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഐഷു, ആ തെണ്ടി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. മര്യാദയ്ക്ക് ടിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് പൈസ ഫുള്ള് കൊടുത്താൽ മതിയായിരുന്നു. നീ ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല, എന്നെ ബ്ലോക്ക് ആക്കി. പൈസയും കൊണ്ട് അവൻ മുങ്ങി. അനന്തേട്ടനെ പറ്റിക്കുമ്പോഴേ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന തെറ്റാന്ന്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? ഈ 2 മാസത്തെ നമ്മുടെ ചെലവാ. 8 രൂപയാ അവൻ്റെ അണ്ണാക്കിൽ ഇട്ട് കൊടുത്തത്. ദൈവമേ, 8000 രൂപ അതുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു. കുറേക്കും പോകാൻ പറ്റില്ല, കണ്ടവൻ പറ്റിച്ചോണ്ട് പോവുകയും ചെയ്തു ഫുള്ളും. അങ്ങനെ വിട്ടാൽ പറ്റില്ല. നമ്മുടെ പൈസ അത് നമുക്ക് വാങ്ങണം. കുറേക്ക് പോകില്ലെങ്കിലും കുഴപ്പമില്ല. 2 മാസമുണ്ട്, അതിന് മുന്നേ അവനെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണമെന്നാ പറയണ? മാത്രമല്ല, നമ്മൾ അവന് ക്യാഷ് കൊടുത്തതിന് ഒരു എവിഡൻസും ഇല്ല. വെറുതെ അല്ല ഗൂഗിൾ പേ വേണ്ട, കയ്യിൽ തന്നെ ക്യാഷ് വേണമെന്ന് പറഞ്ഞത്. നമ്മൾ പെട്ടു. അങ്ങനെ ഒന്നും അറിഞ്ഞുള്ളതൊന്നും പറയല്ലേ. അവനൊരു ലോയർ സ്റ്റുഡൻ്റ് അല്ലേ. മാത്രമല്ല ഇവിടുത്തെ മെൻസ് ലോയർ ഹോസ്റ്റലല്ലേ അവരുടെ താമസം. നമുക്ക് അവിടെ പോയി തപ്പാം. പേരറിയാലോ. ബാ മോൻ എങ്ങനെയെങ്കിലും ആ പൈസ എനിക്ക് വാങ്ങി തരണം. അത് എനിക്ക് അത്യാവശ്യമായിട്ട് വേണം. അല്ല അങ്കളെ, ക്യാഷ് കൊടുത്തതിന് എന്തെങ്കിലും എവിഡൻസെങ്കിലും വേണ്ടേ? അതല്ലാതെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അങ്കിളിപ്പോൾ പോ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ആരടി അയാള്? അതെനിക്കങ്ങനെ അറിയാം. ആരോ പറ്റിച്ച ആള് കംപ്ലൈന്റ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ പറ്റിച്ചെന്ന് പറഞ്ഞ് ഇയാളടുത്ത് തന്നെ കംപ്ലൈന്റ് പറയാം. മോനൊരു വക്കീലല്ലേ, എന്തെങ്കിലും വഴി കണ്ടെത്തി ആ പൈസ എനിക്ക് വാങ്ങി തന്നൂടെ? എൻ്റെ വീട്ടിലെ മക്കൾ പട്ടിണിയില്ല. തൽക്കാലം അങ്കിൾ ഈ പൈസ പിടിക്ക്, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അങ്കിൾ ചെല്ല്. ഞാൻ മോനെ വിശ്വസിച്ചാ പോകുന്ന. ആള് നല്ലവനാന്ന് തോന്നുന്നു. എന്നാ നമുക്ക് അയാളോട് സംസാരിക്കാം. ഞാനൊന്നുമില്ല, നീ ലീവൊക്കെ, ഞാൻ പോവാ. ഹലോ, എക്സ്ക്യൂസ് മീ. യെസ്. ഇതെന്താ നിങ്ങൾ രണ്ടുപേരും മെൻസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടില്? എന്തെങ്കിലും പറയടി. ഞാൻ നിങ്ങളോടാ ചോദിച്ച എന്താ? അത് അല്ല, ചേട്ടൻ വക്കീലാണോ അതോ സ്റ്റുഡൻ്റ് ആണോ? നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് സ്റ്റുഡൻ്റ് ആയിട്ടാണോ തോന്നുന്നത്? ഐ ആം അഡ്വക്കേറ്റ് സുദേവ് നായർ. ഇനി പറ എന്താ? അഡ്വക്കേറ്റ് സുദേവ് നായർ. ഐ തിങ്ക് നിങ്ങൾക്ക് ആൾ മാറിയും തോന്നുന്നു. എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. തിരക്കുള്ള വക്കീലാണല്ലോ, സോ ഞാൻ അകത്തേക്ക് പൊക്കോട്ടെ. ഭ്രാന്തി, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും പറ. നമുക്ക് നമ്മുടെ പൈസ വേണ്ടേ? ഞാൻ എന്താ പറയണ്ടേ? കുന്തം,
എന്തെങ്കിലും പറയടി. ഇവളുമാർ ഏതാ ഇതിനു മുമ്പ് കണ്ടില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോവാം. പോവാൻ വരട്ടെ. നിങ്ങളുടെ ഹോസ്റ്റലിനകത്ത് ദീപക് എന്ന് പറഞ്ഞ വക്കീലുണ്ടോ? വക്കീലല്ല, ലോ സ്റ്റുഡന്റ്. ദീപക് മേനോനോ? ഉണ്ടല്ലോ, എൻ്റെ റൂംമേറ്റാ. എന്താ, അവനെ കാണാനാണോ നിങ്ങൾ വന്നത്? ഓ, അപ്പൊ തന്റെ റൂംമേറ്റ് ആണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടായിരിക്കും ഈ തട്ടിപ്പ് നടത്തുന്ന. തട്ടിപ്പോ? ഈശ്വര, തേഞ്ഞ. അയ്യോ പാവം, ഒന്നും അറിയില്ലല്ലേ. നിങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ അടിച്ചോണ്ട് പോയത്. അത് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ. എടി 10 അല്ല 8, നിനക്ക് മാറിപ്പോയി. മാറിയിട്ടൊന്നുമില്ല, ഒരു ബലത്തിലിരുന്നോട്ടെ. ബലത്തിനോ? മാറി നിക്കടി. ഞാൻ പറഞ്ഞു കേട്ടില്ലേ, നിങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ ചീറ്റ് ചെയ്തു, അതും 10,000 റുപ്പീസ്. ഓ, ഇതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ഞാൻ അയാളോട്ട് കൂടുതൽ കണക്ഷനിലല്ല. ഒരു റൂം ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അയാൾ ഇന്നലെ രാത്രി നാട്ടിലേക്ക് പോയി, ഇവിടെ ഇല്ല. ഓ, കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാലേ. അവൻ നാട്ടിലേക്ക് പോയെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ വേണം. അത് സ്വദേവം വക്കീലിനെ വാങ്ങി തരണം. ഞാൻ എന്തിനു വാങ്ങി തരണം? പാവം, കോച്ചിങ് സെന്ററിലെ സ്റ്റുഡൻസിനെ പറ്റിച്ചെന്നും പറഞ്ഞ് വക്കീലിന്റെ പേരും വക്കീലിന്റെ കൂട്ടുകാരന്റെ പേരും എഴുതി വെച്ച് ഞങ്ങൾ ഇവിടെ സത്യാഗ്രഹം ചെയ്യും. ഞങ്ങൾ മാത്രമല്ല, സെന്ററിലെ ഫുൾ സ്റ്റുഡൻസും. അതിനെന്തിനാ എൻ്റെ പേര് എഴുതി വെക്കുന്ന? അവനല്ലേ നിങ്ങളെ പറ്റിച്ച? ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ അവന്റെ റൂംമേറ്റല്ലേ? നിങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചാണ് തട്ടിപ്പേണെങ്കിലോ ഞങ്ങൾക്കറിയില്ലല്ലോ. അയാളാണെങ്കിൽ വിളിച്ചിട്ടെടുക്കുന്നുമില്ല. തന്റെ ഫോൺ നമ്പർ വന്നേ. എൻ്റെ നമ്പർ എന്തിനാ? ഞാൻ അവൻ വന്നോടെ നിങ്ങൾ അറിയിച്ചോളാം. താനങ്ങനെ പ്രാവ് പറത്തി ദൂത് അയച്ചു വിടുവോ? ഞങ്ങളുടെ ഫോൺ നമ്പർ വേണ്ടേ? അതിനാ ചോദിച്ചത്. നമ്പർ താടോ. ശരിയാ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നമ്പർ തന്നാൽ മതി. ഞാൻ ഓട്ടോ ചെയ്തിട്ട് അവനെ വരുമ്പോൾ വിളിച്ചോളാം. തന്നെ കണ്ടാൽ അറിയാം തട്ടിപ്പാണെന്ന്. വേണ്ട, ഇങ്ങോട്ട് നമ്പർ തന്നാൽ മതി. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോളാം. ഒഴിവാക്കാനോ പറ്റിക്കാനോ നോക്കി ഇവിടെ ഇരുന്ന് സത്യാഗ്രഹം ചെയ്യും. നോക്കിക്കോ. വേണ്ട, ഞാൻ നമ്പർ പറയാം. ഗുഡ് ബോയ്. എന്നാ വേഗം നമ്പർ പറഞ്ഞു. നമ്പർ കിട്ടിയില്ലേ? ഇനി ഇവിടുന്ന് പൊക്കോ. എന്ത് നോക്കി നിൽക്കാൻ? നമ്പർ നോട്ട് ചെയ്തില്ലേ? വാ. ഇതില് കോൾ ചെയ്തിട്ട് ബെല്ല് പോകുന്നുണ്ട്. തൻ്റെ കയ്യിൽ ഫോണില്ലേ? അത് ഞാൻ ഹോസ്റ്റലിലെ റൂമിൽ ചാർജ് ഇട്ടേക്കുവാ. ഞാൻ അങ്ങോട്ട് പോയാലേ ഇത് എടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട, ഞങ്ങൾക്ക് 7 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ വരണം. അതിൽ ലാസ്റ്റ് വന്ന കോൾ എൻ്റെതാ. കൂട്ടുകാരൻ്റെ തട്ടിപ്പെന്താന്ന് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞുതരാം. വാ മായേ, പോവാം. ബൈ. കൂട്ടുകാരൻ വിളിക്കുമ്പോൾ പറഞ്ഞേക്ക്, പൈസ വാങ്ങാതെ ഞങ്ങൾ വെറുതെ വിടൂലാന്ന്. എൻ്റെ അമ്മ നെത്തോടെ സൈസേ ഉള്ളൂ. നോക്ക് കണ്ടില്ലേ? കയറി പോവാം, അതാ നല്ലത്. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? പോയ പൈസ കിട്ടണം, അത് മാത്രമാണ് ഉദ്ദേശം. പിന്നെ നിനക്ക് ആ വക്കീലിനെ ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെടാനോ ആ പേടിത്തൊണ്ടനെയോ? എനിക്കങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും. അതെ അതെ, അയാളുടെ നമ്പർ കിട്ടാൻ വേണ്ടല്ലേ നീ അവിടെ കിടന്ന് അത്രയും ഷോ കാണിച്ചത്? അല്ല, ഒരു വക്കീല് നമ്മളെ കയ്യിലിരിക്കുന്നതും നല്ലതല്ലേ? കൊമ്പത്ത് കയറി പഠിച്ച് കൊറിയക്ക് പോകാനുള്ള അടുത്ത പ്ലാനാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഹോസ്റ്റലിലേക്ക് പോയില്ലെങ്കിൽ കേറ്റൂല. അയ്യോ, മണി 7 ആയി. വാ പോവാം. നീ ഒന്നും പറയണ്ട. ഒന്നുമില്ലെങ്കിലും നീ ഒരു ലോ കോളേജ് സ്റ്റുഡൻ്റ് അല്ലേ? നിനക്ക് പറ്റിക്കാൻ ആ കൊച്ചു പിള്ളേരാടോ കിട്ടിയത്. കാര്യം പറയട്ടെ, ഇത് ചെറിയൊരു ഇഷ്യൂ, ഞാൻ ഡീൽ ചെയ്തോളാം. എന്തോന്ന് ഹാൻഡിൽ? നീ എൻ്റെ റൂംമേറ്റ് ആണെന്നും എൻ്റെ പേരും എൻ്റെ ഫോൺ നമ്പരും എല്ലാം അവളുടെ കയ്യിലുണ്ട്. ഇനി എന്തോന്ന് ഹാൻഡിൽ ചെയ്യാൻ? നീ എന്താ അവളുമാരെ കാലം പൊട്ടനാണോ? നീ എന്തിനാ നമ്പർ എടുത്ത് കൊടുത്തത്? വിസയും പാസ്പോർട്ടൊന്നും ഇല്ലാതെ കൊറിയക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ 8,000 എടുത്ത് കയ്യിൽ തന്ന മന്ദബുദ്ധിയിലാടാ അതൊക്കെ. കൊറിയക്കോ? അല്ല, 8 10 ആ പെണ്ണ് പറഞ്ഞ. പിന്നെ 10 രൂപയല്ലോ അമ്മച്ചാണ് സത്യം. 8 രൂപയേ ഉള്ളൂ. നിന്നോട് ആരാ ആ വാണാലി പോലിരിക്കുന്ന സാധനമാണോ പറഞ്ഞത്? ആ നീർക്കോലി, നെത്തോലി പോലെ വെളുത്തിട്ടൊരു സാധനമില്ലേ, അത് തന്നെ. എന്തിനായാലും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ നോക്ക്. ഞാനിതിലൊന്നും ഇല്ലേ. ആര് പറഞ്ഞു ഇല്ലാന്ന്? ഞാൻ പെട്ട നീയും പെടും. നിന്റെ പേരും ഫോൺ നമ്പരൊക്കെ അവളെടുത്തില്ലേ? മാത്രമല്ല ആ 8-ന്ന് 3 നിനക്കാ ഞാൻ തന്നത്, ഫീസ് അടയ്ക്കാൻ. എനിക്കതൊന്നും അറിയണ്ട.
സുചേച്ചി പൈസ വെച്ച് തന്നാൽ ഞാൻ അപ്പം നിന്റെ പൈസ തരും. എനിക്കിതിലൊന്നും പങ്കില്ല. ഇനി പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. നീ എന്നോട് കടം ചോദിച്ചപ്പോ ഞാൻ ഇതവിടെ അടുക്കി വെച്ചിരിക്കുന്നതാണ് വിചാരിച്ചത്. അവരെ തട്ടിയെടുത്ത പൈസ നിനക്ക് തന്നത്. എന്ന് കരുതി ഞാനതൊന്നും ഉത്തരവാദിയല്ല. എനിക്കതൊന്നും അറിയില്ല. ദോണ്ട ആ പെണ്ണിന്റെ നമ്പരാ, അവളാ വിളിക്കുന്ന. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് വിടടാ. അവളുമാർ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പറഞ്ഞാ മതി. വക്കീലാണ്, കള്ളക്കേസ് കൊടുക്കി ജയിലിടും, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോന്ന്. കള്ളക്കേസിൽ കൊടുക്കാനോ? വാ അടച്ച് വെക്കട. അവളുമാരെ പേടിപ്പിക്കാൻ പറയാനാ പറഞ്ഞത്. ശരി, അതൊക്കെ വിട്. ഫുഡ് കഴിക്കാൻ പോണ്ടേ? വാ. ഇല്ല, നീ പൊക്കോ. എനിക്ക് ഫ്രഷ് ആവണം. ഞാൻ വന്നോളാം. ഫുഡ് തീരെ മുന്നേ വാ, ഇല്ലെങ്കിൽ കിട്ടൂല. ദോണ്ട വിളിക്കണ. അവനേക്കാ വലിയ ഫ്രോഡാന്ന് തോന്നുന്നു ആ വക്കീല്. ഞാൻ 2 തവണ വിളിച്ചിട്ടും എടുത്തില്ല. മേ ബി ആ വക്കീലിന് നിന്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലോ, ഓൾറെഡി ആള് കമ്മിറ്റഡ് ആണെങ്കിലോ? ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കോ? ആണെങ്കി ഇപ്പൊ നമുക്കെന്താ യോഗ ഇല്ല മണി, കിടന്നുറങ്ങാം. വാ, ഗുഡ് നൈറ്റ്. അവളിനി വിളിക്കൂലേ? നിർത്തിയോ? 2 തവണ വിളിച്ചതല്ലേ, ഞാൻ തിരിച്ചു വിളിച്ചാലോ? ഈ സമയത്ത് റിങ് പോകുന്നുണ്ടല്ലോ, ഉറങ്ങിക്കാണോ? ആരടി രാത്രി ഉറക്കല്ലാതെ ശല്യം ചെയ്ത്? ഞാനെങ്ങാനും അങ്ങോട്ട് വന്നാലുണ്ടല്ലോ ആ മതങ്ങി കണ്ണ് കുത്തി പൊട്ടിക്കും. ഓലവലാതി, മര്യാദക്ക് ഫോൺ വെച്ചിട്ട് പോ, എനിക്ക് ഉറങ്ങണം. ഇവള് വഴക്ക് പറയുമ്പോ ചീവീട് ചളക്കണ പോലെ ഉണ്ടല്ലോ. രാത്രി ഇരുന്ന് ചിരിക്കാതെ കിടന്നുറങ്ങടാ തെണ്ടി. ഇവനെ കൊണ്ട് ശല്യം. അതെ, ഇങ്ങനെ പൂ വീണത് നോക്കിയിരുന്ന വയറ് നിറയോ, വിശക്കുന്നു. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയാലോ? ഓടിച്ചെല്ല്. യവനൊരുത്തിന് കയ്യിലുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ടു വീട്ടുകാരോട് പറയാൻ പറ്റുമോ? 2 മാസം പിടിച്ചു നിൽക്കണം. 2 മാസം ഭക്ഷണം കഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആ പൈസ അല്ലേ ആ തണ്ടിക്കെടുത്ത് കൊടുത്തത്. വീട്ടുകാരോട് ഇനി ചോദിക്കാൻ പറ്റുമോ? നമ്മൾ ഒരുത്തും പറ്റിച്ചില്ലേ, നമുക്ക് ആരെങ്കിലുമൊക്കെ പറ്റിച്ചാലോ? ഹലോ, എക്സ്ക്യൂസ് മീ. വക്കീലോ? ഇന്നലെ കോള് വിളിച്ചപ്പോ എടുക്കാത്തപ്പോ ഞങ്ങൾ കരുതി വക്കീലും ഫ്രോഡാന്ന്. അത് നിങ്ങൾ വിളിച്ചപ്പോൾ 1-2 കേസിന്റെ കാര്യത്തിൽ ഞാൻ ബിസി ആയിരുന്നു, അതാ എടുക്കാത്ത. മായവാ, ഇയാളോട്ട് നമുക്കെന്താ സംസാരം? നമുക്ക് മറ്റവനല്ലേ കാണേണ്ട. വാ. നിക്ക്. എന്താടി അയാൾ ഇങ്ങോട്ട് സംസാരിക്കുമ്പോ നിനക്ക് ഇത്ര ജാട? ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അയാൾ തിരിച്ചു പോലും വിളിച്ചില്ല, പിന്നെ എന്തിനാ നമ്മൾ സംസാരിക്കുന്നത്? അപ്പൊ നിങ്ങക്ക് അയാൾ തട്ടിക്കൊണ്ടുപോയ പൈസ വേണ്ടേ? വേണ്ടാന്ന് വെച്ചോ? നിങ്ങൾ അയാളെ ഫ്രണ്ട് അല്ലേ? രണ്ടാളും കൂടെ വീണ്ടും ഞങ്ങളെ പറ്റിക്കാൻ നോക്കുവാണോ? ഞാനിതിനെ നിങ്ങളെ പറ്റിക്കുന്ന. നിങ്ങൾ ഇന്നലെ അത്രയും പറഞ്ഞതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് നിങ്ങളെ കണ്ടപ്പോൾ കാര്യം അറിയാൻ വേണ്ടി സംസാരിച്ചു എന്നേ ഉള്ളൂ. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ഇന്നലെ ഫോൺ വിളിച്ചപ്പോ എന്താ കണ്ടിട്ട് തിരിച്ചു വിളിക്കാതെ? ഞാൻ വിളിച്ചിരുന്നല്ലോ, ഫ്രണ്ടിനോട് ചോദിക്കേ. എന്നെ ആരും വിളിച്ചൊന്നുമില്ല. എനിക്ക് ആരുടെ കോളും വന്നില്ല. അയാളെ കള്ളം പറയാ. ഞാനിതിനെ കള്ളം പറയുന്ന കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കോള് കാണൂലേ? ഞാൻ വിളിച്ചപ്പോൾ രാത്രി എന്തൊക്കെയോ തെറി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ചാൻസേ ഇല്ല. എനിക്കാരും കോൾ വന്നുമില്ല, ഞാൻ സംസാരിച്ചിട്ടുമില്ല. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ ആ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എൻ്റെ നമ്പർ കാണില്ലേ? കാണാനൊന്നുമില്ല. വിളിക്കാത്ത നമ്പർ എങ്ങനെയാ എൻ്റെ ഫോണിൽ വരുന്നേ? രാത്രി 1 മണിക്ക് കോളോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ടൈം അപ്പോഴാണ് കിട്ടിയ. ഞാൻ വിളിച്ചപ്പോൾ ഓർക്കത്തിൽ ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു കുറച്ച് തെറിയും വിളിച്ച് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് നീ എന്താ പറയാത്ത? അതിന് ഞാൻ കണ്ടൊന്നുമില്ല. എനിക്കൊന്നും ഓർമ്മ പോലുമില്ല. ഞാൻ കള്ളം പറയാറില്ല. ഞാൻ പറഞ്ഞത് കള്ളമല്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇനി പ്രശ്നമില്ലല്ലോ ഫ്രണ്ട്സ്. കൈ കൊടുക്കടി, നോക്കി നിൽക്കാതെ. ഇയാൾ കൂടെ ഉണ്ടെങ്കിൽ മറ്റവൻ വഴി നമുക്ക് പൈസ വാങ്ങാം.
ഫ്രണ്ട്സ്. ഞാനിനി കോള് വിളിച്ചാ തെറി വിളിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോറി.